കേരളത്തിലെ 14 ജില്ലകളെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയെ പറ്റിയിട്ടാണ്. ഞാനും പഠിക്കലാണ്, അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ നിങ്ങൾക്കും പഠിക്കാം, ഇത് കാണുന്നവർക്കും പഠിക്കാം. പിന്നെ എനിക്കിത് വേണമെങ്കിൽ ഇപ്പം ഞാനിപ്പം വരക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ എനിക്ക് കേട്ട് പഠിക്കാം. അതിനുള്ള വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവും, നോളജ് കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തു വെക്കും. കാസർഗോഡ് ജില്ലേനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. 1984 മെയ് 24. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. ചരിത്രരേഖകളിൽ ഹെർക്യുല എന്ന് പ്രതിപാദിക്കുന്ന പ്രദേശമാണ് കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ല. വലിപ്പം കുറഞ്ഞ ഒന്നാമത്തെ ജില്ല ഏതാ? ആലപ്പുഴയാണ്. പിന്നെ രണ്ടാം സ്ഥാനമായിരിക്കാണ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. താഴെ നിന്ന് മുകളിലേക്ക് രണ്ടാമത് കാസർഗോഡാണ്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ്. കേരളത്തിൽ എനിക്ക് വായിക്കുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്, കാരണം എനിക്ക് വായിച്ചിട്ട് പൊതുവെ ശീലമില്ല. അതുകൊണ്ട് വായിക്കുമ്പം ചില മിസ്റ്റേക്സ് എല്ലാം വരും, അതപ്പോഴും ഞാൻ തിരുത്തും. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് നീലേശ്വരം. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. തെയ്യങ്ങളുടെയും അതുപോലെ തിറകളുടെയും തറികളുടെയും എല്ലാം നാട് എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പം ദൈവങ്ങളുടെ നാട് എന്ന് പറയുന്നത് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കുഡ്ലു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടയും കാസർഗോഡ് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടാകും. തോട്ടവിള കാസർഗോഡാണ്. കുഡ്ലു എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ബീച്ച് എന്ന് പറയുന്നത് കണ്ണുതീർത്ത ബീച്ചാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ബീച്ച് കണ്ണുതീർത്ത ബീച്ച്. ബ്യാരി ഭാഷ ഉപയോഗിക്കുന്ന ജില്ല കാസർഗോഡാണ്. ബ്യാരി എന്ന് പറഞ്ഞ ഭാഷ ഉപയോഗിക്കുന്ന ജില്ല കാസർഗോഡ്. റാണിപുരം ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. പിന്നെ അതുപോലെ തന്നെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നതാണ് എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സി ഡി മായി കമ്മീഷൻ ആണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരിത നിവാരണത്തിന് തയ്യാറാക്കിയ പദ്ധതി ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. രണ്ടാം ഭോപ്പാൽ ദുരന്തം എന്നറിയപ്പെടുന്നത് എൻഡോസൾഫാൻ ദുരന്തമാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന സ്ഥലം, അതാണ് നേരത്തെ പറയാൻ നോക്കിയത്, കൂണിയ. കാസർഗോഡ് ജില്ലയിൽ കൂണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന സ്ഥലം. ആദ്യത്തെ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. ഊപ്പർ എന്ന് ഓർമ്മിച്ചാൽ മതി. വടക്കേ അറ്റം എന്ന് പറയുന്നത് നമ്മൾ മാപ്പിൽ നമ്മൾ കാണുന്ന സമയത്ത് ഊപ്പറായിട്ടില്ലേ, ശരിക്കും അത് ഊപ്പറല്ല, വടക്ക് എന്നേ പറയാൻ പാടുള്ളൂ. ശരിക്കും നമ്മൾ മാപ്പ് നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഊപ്പറുള്ളതാണ് ഉപ്പളക്കായൽ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരി പുഴയാണ് ചന്ദ്രഗിരി പുഴ. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും നീളം കൂടിയ പുഴയും ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴ ചന്ദ്രഗിരി പുഴയാണ്. പിന്നെ മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേരളത്തിൽ സ്ഥാപിതമായ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജാൻസി റാണി എന്ന് ഓർമ്മിച്ചാൽ മതി. കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ്. പൂരക്കളിയുടെയും കളരിയുടെയും നാട് എന്ന് പറയുന്നത് കണ്ണൂരാണ്. പൂരക്കളിയുടെയും കളരിയുടെയും നാട് എന്നറിയപ്പെടുന്നത് കയ്യൂരാണ്. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനം ആണ് സംസാരിക്കുന്ന കഥകളി. അതുപോലെ തന്നെ 1946 തോൽവിറക് സമരം നടന്നത് ചീമേനി എസ്റ്റേറ്റിൽ തോൽവിറക് സമരം നടന്നത് 1946.
തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീലിക്കോടാണ്. പീലിക്കോട് തെങ്ങ് ഗവേഷണ കേന്ദ്രം. കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനം മായിപ്പാടി കൊട്ടാരം. മായിപ്പാടി കൊട്ടാരമാണ് കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനം. അതുപോലെ തന്നെ ഈ കുമ്പള രാജവംശം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള രാജവംശം എന്നറിയപ്പെടുന്നത് കുമ്പള രാജവംശമാണ്. അതിൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത് ഏതാ? മായിപ്പാടി കൊട്ടാരം. എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എൻമകജെ നോവൽ എഴുതിയത്. എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് സഹിക്കുന്ന എൻമകജെ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാ? അംബികാസുധൻ മാങ്ങാട്ട്. മലയാള കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഏതാ? പി കുഞ്ഞിരാമൻ നായരുടെ ജന്മസ്ഥലം കാഞ്ഞങ്ങാടാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ കീടനാശിനി പ്രദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മിറ്റി അച്യുതൻ കമ്മിറ്റി. എൻഡോസൾഫാൻ കീടനാശിനി പ്രദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മിറ്റിയാണ് അച്യുതൻ കമ്മിറ്റി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കുറവ് വ്യവസായശാലകളുള്ള ജില്ലയും കാസർഗോഡാണ്. ഏറ്റവും കുറവ് വ്യവസായശാലകൾ. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ്. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. കേരളത്തിൽ തുളു ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ തുളു ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല. ഏറ്റവും കൂടുതൽ പുഴകളുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ചന്ദ്രഗിരി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരമാണ്. ആകെ 15 കിലോമീറ്റർ അങ്ങോട്ട് മഞ്ചേശ്വരം. അത് കറക്റ്റ് ഞാൻ നോക്കിയില്ല, ആ റേഞ്ചിലേ ഉള്ളൂ. ഷിറിയ നദി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? ഷിറിയ നദി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? കാസർഗോഡ്. മഞ്ചേശ്വര, ഉപ്പള, ഷിറിയ. കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം അനന്തപുരം. അനന്തപുരം കായൽ ക്ഷേത്രമാണ്. അനന്തപുരം ക്ഷേത്രമാണ് കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം. അനന്തേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മഞ്ചേശ്വരം. അനന്തേശ്വര എന്ന് പറയുമ്പോൾ തന്നെ മഞ്ചേശ്വരം എന്നുള്ളതിൽ, അതും നീലേശ്വരം ഒന്നും ഓർമ്മിക്കാൻ പാടില്ല, മഞ്ചേശ്വരം. മഞ്ചേശ്വരം. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് ചീമേനിയാണ്. ചീമേനിയാണ് തുറന്ന ജയിൽ. നേരത്തെ ചീമേനി എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്ന് പഠിച്ചത് തോൾവിറക് സമരം നടന്ന സ്ഥലം ചീമേനിയാണ്. 1946 തോൾവിറക് സമരം നടന്നത്. അപ്പം കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിലാണ് ചീമേനി ഉള്ളത്. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി. അതുപോലെ തന്നെ അവിടെയാണ് തോൾവിറക് സമരം 1946 നടന്നത്. യക്ഷഗാനത്തിൻ്റെ ശില്പി എന്ന് കരുതപ്പെടുന്നത് ആര്? പാർത്ഥിസുബ്ബൻ അഥവാ പാർത്ഥിസ്ബ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പാർത്ഥിസുബ്ബൻ. പ്രാചീന കാലത്ത് ഫ്യൂഫൽ എന്നറിയപ്പെട്ടിരുന്നത് ബേക്കൽ കോട്ടയാണ്. EMS ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച മണ്ഡലം നീലേശ്വരം. അവിടെ ദ്വയാംഗ മണ്ഡലം ആയതുകൊണ്ട് തന്നെ വേറൊരാളും കൂടി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലേക്ക്. അവരുടെ പേരാണ് കല്ലളൻ വൈദ്യർ. EMSന് ഒന്നിച്ച് തന്നെ നീലേശ്വരത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കല്ലളൻ വൈദ്യർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ മുനിസിപ്പാലിറ്റി കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലവും കാസർഗോഡാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് എന്ന് പറയുന്നത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് മഞ്ചേശ്വരം. അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച ഒരു കോഡ് എന്ന് പറയുന്നത്, ഈ സരിഗമ പദനീസേൻ്റെ അകത്ത് മാപ്പദനി അതിനകത്ത് മാ എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം ഓർമ്മിക്കുക. പഞ്ചായത്ത്. അതുപോലെ തന്നെ ദാനെ നമുക്ക് തായാക്കിയിട്ട് തൽക്കാലം മാറ്റാം. തായാക്കിയാൽ നമ്മൾ താലൂക്ക്. അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലം. ഇത് മൂന്നും വരുന്നത് മഞ്ചേശ്വരമാണ്. പിന്നെ 2 ഏതാ? മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലവും കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള രാജവംശം നേരത്തെ പറഞ്ഞിട്ട് കുമ്പള രാജവംശം. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ഏക ജില്ല കാസർഗോഡ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോടാണ്. പീലിക്കോടിനെ നിർമ്മൽ ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പീലിക്കോടാണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്.
തെങ്ങ് ഗവേഷണ കേന്ദ്രം പീലിക്കോട. അപ്പോൾ തെങ്ങിനെന്ന് പറയുന്നത് കേരനിര എന്ന് പറയില്ലേ, അപ്പം നിരേൻ്റെ നിർ അങ്ങനെ ഓർമ്മിച്ചാൽ നമുക്ക്, ഞാനിപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്നുള്ളതിൽ ഞാനിപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പീലിക്കോട് എന്ന് പറയുമ്പം നിർമ്മൽ ഗ്രാം പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട്. എൻഡോസൾഫാൻ ദുരന്തത്തിനിടയായ ഗ്രാമം, എൻഡോസൾഫാൻ ദുരന്തത്തിന് ഇടയായ ഗ്രാമം എന്ന് പറയുന്നത് പെദ്ര, മുതുമല, കാസർഗോഡ്. പെദ്ര എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻഡോസൾഫാൻ ദുരന്തത്തിനിടയായത്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കാസർഗോഡുള്ള ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട പണിതത് ശിവപ്പ നായ്ക്കർ. അത് ഓർമ്മിക്കും. 1913 കാഞ്ഞങ്ങാട് കോട്ട പണിതത് സോമശേഖര നായ്ക്കർ. ബേക്കൽ കോട്ട ശിവപ്പ നായ്ക്കർ. 2 നായ്ക്കർ അപ്പുറം മിക്സായി പോറും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ഏകവനം കരീം ഫോറസ്റ്റ്. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ വനം എന്ന് പറയുന്നത് കരീം ഫോറസ്റ്റ് ആണ്. പൂർണ്ണമായും രക്തദാനം നടത്തിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് മടിക്കൈയാണ്. മടിക്കൈ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രക്തം കൊടുക്കുക കൈമെന്നല്ലേ, അപ്പോൾ കൈ വരുന്നത് ഓർമ്മിച്ചാൽ മതി, മടിക്കൈ. കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന. ഇത് കാസർഗോഡുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ണൂരിനെ പറ്റി പഠിക്കാം.